രത്നഗിരി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് ശംഭു ജീവിക്കുന്നത്. ശംഭു ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വന്തമായ ഒരു ചെറിയ നിലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു മാവിനെ നട്ടു. കണ്ടില്ലേ മീനാക്ഷി, എന്റെ മാവുമരം എത്ര ഭംഗിയായിട്ടാ വളർന്നിരിക്കുന്നെന്ന്. പക്ഷെ ഇതുവരെ എന്തുകൊണ്ടാ ഈ മരത്തിൽ ഒരു മാങ്ങ പോലും കായ്ക്കാത്തത്? വളരെ വേഗമായിട്ട് തന്നെ വളരും. അതിനുശേഷം നമ്മുടെ ജീവിതം നന്നായിട്ട് മാറിക്കഴിയും. ഇതൊക്കെ നടക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. മീനാക്ഷിയും ശംഭുവും ചേർന്ന് അവരുടെ മാമരങ്ങളെ വളരെ ശ്രദ്ധയോടെ നോക്കി വളർത്തി. ദിവസവും രാവിലെ മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ ശംഭു തന്റെ ജോലിക്ക് പോകത്തുള്ളൂ. നീ വീണ്ടും ഇന്ന് ലേറ്റ് ആയിട്ട് വന്നോ ശംഭു? ക്ഷമിക്കണം മുതലാളി, ഇനി ഇതുപോലെ നടക്കില്ല മുതലാളി. അത് പിന്നെ എന്റെ ഒരു മരത്തില് പ്രാണികളുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ മരുന്നിടുകയായിരുന്നു. ശരി ശരി, പക്ഷെ ഇത്രയും കൊല്ലായിട്ട് നീ ആ മരത്തിന് വളം ഇടുകയല്ലേ? പക്ഷെ ദൈവത്തിനെ അറിയുള്ളൂ അത് എപ്പോഴാണ് മാമ്പഴം കായ്ക്കുന്നത്. കായ്ക്കും മുതലാളി, തീർച്ചയായിട്ടും കായ്ക്കും. അന്നാണ് ശംഭുവിന് 10,000 രൂപ ശമ്പളം കിട്ടിയത്. അവൻ ആ കാശ് എടുത്തുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന കടയിലേക്ക് ചെന്നു. ഇതാ ചേട്ടാ, നിങ്ങൾക്ക് ചേരാനുള്ള 500 റുപ്യ. പോയ ആഴ്ച ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങിയില്ലേ, അതിന് വളരെ നന്ദിയുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം പലചരക്ക് കടയിലേക്ക് പോയി. ആ, നിങ്ങൾ എത്തിയോ? ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ പറ്റി ആലോചിച്ചത്. എന്താ ഇയാൾ എന്നും കാണാത്തതെന്ന്. വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടാ. വളരെ നല്ല കാര്യമാണ് ചേട്ടാ. കണക്ക് മൊത്തം എത്ര ആയിട്ടുണ്ട്? 2400 റുപ്യ. ഇതാ. അതിനുശേഷം ശംഭു പാൽക്കാരന്റെ അടുത്ത് ചെന്നു. ഇതാ ചേട്ടാ, ഞാൻ തരാനുള്ള 1000 റുപ്യ. പഴയ കണക്ക് തീർന്നു, ഇനി നമുക്ക് പുതിയ കണക്കാണ്. ആ ശരി ചേട്ടാ. കൊടുക്കേണ്ട പറ്റൊക്കെ കൊടുത്തു തീർത്തിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ശമ്പളം കിട്ടിയെന്ന് തോന്നുന്നു. ഈ സാധനങ്ങളൊക്കെ ദാ ഇവിടെ വെക്കൂ. കിട്ടി. ബാക്കി 3540 ഞാൻ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വെറും 6460 രൂപയാണോ ബാക്കിയുള്ളത്? അതെ, എനിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി 3000 റുപ്യ ആവശ്യമാണ്. കറണ്ട്, മോട്ടർ, പിന്നെ വെള്ളം, എല്ലാത്തിനും എനിക്ക് ആവശ്യമാണ്. ആ 500 റുപ്യ എന്റെ മാസ ചെലവിന്. പിന്നെ ബാക്കിയുള്ള 3000 നീ വെച്ചോ. നിനക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നീ വെച്ചോ, ഇല്ലെങ്കിൽ ബാക്കി ഇത് ചേർത്ത് വെക്ക്. ശരി ചേട്ടാ. ഞാൻ വിചാരിച്ചു ഈ മാസം എന്തെങ്കിലും കാശ് ബാക്കിയുണ്ടെങ്കിൽ ഒരു സാരി വാങ്ങാമെന്ന്. പിന്നെ അടുത്ത മാസം എന്റെ അനിയത്തിയുടെ കല്യാണമല്ലേ. നീ ഒന്നും വിഷമിക്കണ്ട, ഇന്നും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നിനക്ക് പുതിയ സാരിനെ വാങ്ങിത്തരാം. ശരി ചേട്ടാ. എല്ലാ കണക്കും തീർന്നില്ലേ? അടുത്ത ദിവസം രാവിലെ ശംഭു തന്റെ മാവിനെ നോക്കാൻ ചെന്നപ്പോൾ അവൻ ആശ്ചര്യത്തിലായി പോയി. മീനാക്ഷി, എന്താ? ഇത് കണ്ടില്ലേ, മരത്തിൽ മാങ്ങ കായ്ക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഇത് നമ്മുടെ മരത്തിൽ വിളയുന്ന ആദ്യത്തെ മാങ്ങയാണ്. അതെ അതെ, മാങ്ങയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായും കായ്ക്കും, കാരണം നമ്മൾ ഈ മരത്തിനെ അത്രയും ശ്രദ്ധയോടെ പരിപാലിക്കുന്നില്ലേ. അതും ശരിയാണ്. ശംഭുവും മീനാക്ഷിയും വളരെ സന്തോഷത്തോടെയായിരുന്നു. അവർ ഒരുപാട് വർഷം കഷ്ടപ്പെട്ടതിന്റെ ഫലം ലഭിച്ചു. ഒരേ മാസത്തിൽ തന്നെ മാങ്ങയൊക്കെ വിളഞ്ഞു തുടങ്ങി. ഒരുപാട് മാമ്പഴമുണ്ടല്ലേ? അതെ, പക്ഷേ ഇതിന് ശേഷമാണ് ഈ മരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ല വിലയിൽ കിട്ടുക. അതെ, ശരിയാണ്. പിന്നീട് മീനാക്ഷിയും ശംഭുവും അവരുടെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ മാന്തോപ്പിൽ തന്നെ ചെലവാക്കി. ചീത്തയായ ഒരു മാമ്പഴം കണ്ടാൽ പോലും ഉടനെ അവരത് പറിച്ചെടുക്കും. 3 മാസങ്ങൾ കഴിഞ്ഞതോടെ മാങ്ങയൊക്കെ മാമ്പഴമായി മാറി. ശംഭു ഒരു മാമ്പഴം പറിച്ചെടുത്ത് അത് കഴിച്ചു നോക്കി. ഈ മാമ്പഴം നല്ല രുചിയുണ്ട് മീനാക്ഷി, നീയും കഴിച്ചു നോക്ക്. ഹാ. മീനാക്ഷിയും മാമ്പഴം കഴിച്ചു നോക്കി. എല്ലാരും പറയുന്നത് ശരിയാണ്, അധ്വാനത്തിന്റെ ബലം സ്വാദായിരിക്കും. ഇപ്പൊ എല്ലാ മാമ്പഴവും നമ്മൾ പറിക്കണം. ശരി ചേട്ടാ. ശംഭു തന്റെ ജോലിയിൽ നിന്നും കുറച്ചു ദിവസം ഒഴിവ് ചോദിച്ചു. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി മാമ്പഴങ്ങളൊക്കെ പറിച്ചെടുക്കാൻ തുടങ്ങി. 3 ദിവസത്തിനകം അവർ എല്ലാ മാമ്പഴങ്ങളും പറിച്ചെടുത്തു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു പോലും നോക്കിയില്ല നമ്മുടെ മരത്തിൽ ഇത്ര മാമ്പഴം ഉണ്ടാകുമെന്ന്. ദൈവം തരുമ്പോൾ വാരിക്കോരി തരുമെന്ന് പറയും. അപ്പോഴാണ് ഒരു മാമ്പഴ വ്യാപാരി അതുവഴി വന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ മാമ്പഴത്തിൽ ചെന്നു.
എടാ ശംഭു, മാമ്പഴൊക്കെ നീ വിൽക്കാൻ പോവുകയാണോ? അതെ സ്വാമി ചേട്ടാ. സ്വാമി ഒരു മാമ്പഴം കഴിച്ചു നോക്കി. വാവ്, ഇത് നമ്പർ 1 മാമ്പഴാണ്. നല്ല മധുരമുണ്ട്, നല്ല വലിപ്പമുണ്ട്. ഇത് എത്ര വിലക്കാണ് നീ വിൽക്കാൻ പോകുന്നത്? ഇതിന്റെ ആദ്യത്തെ ശ്രമമാണ്, അതുകൊണ്ട് ചേട്ടൻ തന്നെ ഒരു വില പറയൂ. മാമ്പഴം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഈ എല്ലാ മാമ്പഴത്തിനും ചേർത്ത് നിനക്ക് ഞാൻ ഒരു 3 ലക്ഷം റുപ്യ തരാം മോനെ. 3 ലക്ഷമോ? ഇതിന് നിനക്ക് സമ്മതല്ലേ? ഞാൻ സമ്മതിച്ചു ചേട്ടാ. പിന്നെ അടുത്ത വർഷം നീ എൻ്റെ അടുത്താണ് മാമ്പഴം വിൽക്കേണ്ടത്. തീർച്ചയായും തീർച്ചയായും. പിന്നെ ഞാൻ പൈസയും ആൾക്കാരെ ഇപ്പൊ വിളിച്ചിട്ട് വരാം. പോയിട്ട് വരാം. സ്വാമി പണം എടുക്കാനായി ചെന്നു. അവർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. 3 ലക്ഷം, ദൈവമേ! ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾ എത്ര കൊല്ലം ഈ ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഹാ, ഇത് അധ്വാനത്തിന്റെ ഫലമല്ലേ? അവർ രണ്ടുപേരും സ്വാമിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം സ്വാമി ഒരു ടെമ്പോ, കുറച്ച് ആളുകൾ, പിന്നെ കാശുമായി വന്നു. ഇതാ ശംഭു, നിന്റെ പൈസ. ഓ, വളരെ നന്ദിയുണ്ട്. ശംഭു ആദ്യമായിട്ടാണ് ഇത്രയും കാശ് നേരിട്ട് കാണുന്നത്. സ്വാമിയുടെ ആളുകൾ മാമ്പഴം ടെമ്പോയിൽ കയറ്റാൻ തുടങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞതിനു ശേഷം ശംഭുവും മീനാക്ഷിയും തിരിച്ചു വീട്ടിലേക്ക് എത്തി. ഇത്രയും കാശ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ ചേട്ടാ? 1 ലക്ഷം നമുക്ക് ബാങ്കിൽ FD ഇട്ടേക്കാം. 1 ലക്ഷം നിനക്ക് ഞാൻ സ്വർണം വാങ്ങി തരാം. പിന്നെ 1 ലക്ഷം നമ്മൾ അടുത്ത കൊല്ലത്തിലേക്ക് ചേർത്ത് വെക്കാം. 1 ലക്ഷം രൂപയ്ക്ക് സ്വർണമോ? അതെ, ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് എന്താണ് തന്നത്? ഈ താലി മാത്രല്ലേ ഞാൻ നിനക്ക് തന്നത്. വാ, നമുക്ക് പോയി സ്വർണം വാങ്ങിക്കാം. ഇപ്പോഴാണോ? ആ, ഇപ്പൊ തന്നെ. മീനാക്ഷിയും ശംഭുവും സ്വർണം വാങ്ങിക്കാനായി കടയിലേക്ക് ചെന്നു. രാം രാം കിമിജി ചേട്ടാ. റാം റാം. പറയൂ ശംഭു, നിനക്ക് ഏത് സ്വർണ്ണ വേണ്ടത്? ചേട്ടത്തിക്ക് ചെവിക്ക് ജിമിക്കിയാണോ ഇല്ല വിരല് മോതിരോ? നിങ്ങള് ചെവിക്ക് ജിമിക്കിയും പിന്നെ വിരല് മോതിരവും പിന്നെ ഒരു നെക്ലസും കാണിക്കൂ. ആ, പൊടിച്ചല്ലോ. ആ ബായ് ആദ്യം ജിമിക്കി കാണിച്ചു. മീനാക്ഷി ഒരു ജിമിക്കി സെലക്ട് ചെയ്തു. പിന്നെ മോതിരങ്ങൾ കാണിച്ചു. മീനാക്ഷി അതിൽ ഒരു മോതിരവും എടുത്തു. പിന്നീട് അദ്ദേഹം നെക്ലേസ് കാണിച്ചു. മീനാക്ഷി അതിൽ നിന്നും ഒരു നെക്ലേസ് എടുത്തു. ഇതെല്ലാം ചേർത്ത് 70,000 വരുന്നുണ്ട് ശംഭു ഏട്ടാ. അത്രേ ഉള്ളൂ? എന്നാ ഒരു കാര്യം ചെയ്, നിങ്ങൾ കുറച്ച് വളയിലും കാണിച്ചു തരൂ. ചെയ്യാലോ. സേഠ്ജി വീണ്ടും വളകളും കാണിച്ചു. മീനാക്ഷിക്ക് ഒരു ജോഡി വളയും ഇഷ്ടപ്പെട്ടു. മൊത്തം ചേർത്ത് 1,10,000 ആയിട്ടുണ്ട് ശംഭു. ശരി ചേട്ടാ. ശംഭു തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കാശ് എടുത്തു. എന്നിട്ട് സേഠ്ജിയുടെ കയ്യിൽ നൽകി. എന്റെ അമ്മോ, ഇത്രയും സ്വർണത്തിന് ഇത്രയും കാശോ? നിനക്കെന്തെങ്കിലും നിധി കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ തന്നെ വിചാരിച്ചോ? അദ്ദേഹം സ്വർണമെല്ലാം മീനാക്ഷിയുടെ കയ്യിൽ നൽകി. എന്നിട്ട് അവർ അവിടെ നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടു. ശംഭു പോയതും സേഠ്ജി ഫോൺ ചെയ്ത് വേറൊരു കടക്കാരനോട് ഇതൊക്കെ പറഞ്ഞു. ആ ശംഭു എന്റെ കടയിൽ വന്നിട്ട് 1,10,000 സ്വർണം വാങ്ങിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഏതോ നിധി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ പൊന്നേ. പിന്നെ ഇക്കാര്യം നാടാകെ പാട്ടായി. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഗ്രാമത്തലവനെ കാണാൻ ചെന്നു. ശംഭുവിന് തീർച്ചയായിട്ടും എന്തെങ്കിലും നിധി കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. അവൻ 1,10,000 സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. നീ എന്താ പറയുന്നത്? ആ ദാബേല് ജോലി ചെയ്യുന്നത് ആ ശംഭുവിനോ? അങ്ങനെ ഒരു നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗ്രാമത്തെ ജനങ്ങളെ എല്ലാവർക്കും പങ്കുവേണ്ടേ? എന്നാ നമുക്ക് നമ്മുടെ നിധി വേണ്ടേ ചേട്ടാ? ആഹാ, വരൂ നമുക്ക് പോവാം. ഗ്രാമത്തലവനോടൊപ്പം ഗ്രാമത്തിലെ ജനങ്ങളും ശംഭുവിന്റെ വീട്ടിലേക്ക് ചെന്നു. നിങ്ങൾ എല്ലാരും ഒന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്താണ് കാര്യം? നിനക്ക് നിധി കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് അതിനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കും ഉണ്ട്, മനസ്സിലായോ? എനിക്ക് ഒരു നിധിയും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോ നിനക്ക് ഇത്രയും പൈസ എവിടുന്നാ കിട്ടിയത്? ഈ വർഷം എന്റെ തോട്ടത്തിൽ വളഞ്ഞ മാങ്ങയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. 3 ലക്ഷം റുപ്യക്കാണ് വിറ്റത്. അത് വാങ്ങിയത് നമ്മളെ സ്വാമി ചേട്ടനാണ്. കള്ളം പറയരുത്. ആ കഞ്ചൻ സ്വാമി നിനക്ക് 3 ലക്ഷം റുപ്യ കൊടുത്തെന്നാണോ പറയുന്നത്? വെറുതെ. വിശ്വാസമില്ലെങ്കിൽ വരൂ, അവരോട് തന്നെ പോവാം. ജനങ്ങളെല്ലാരും സ്വാമി വ്യാപാരിയുടെ കടയിലേക്ക് ചെന്നു. സ്വാമി ചേട്ടാ, ഇവരെടുത്തൊന്ന് പറ, നിങ്ങൾ എന്റെ അടുത്ത് മാമ്പഴം വാങ്ങിയിട്ട് 3 ലക്ഷം റുപ്യ തന്നില്ലേ? അതൊന്ന് പറ. അതെ, കൊടുത്തു. ഇവര് വിചാരിക്കുന്നു എനിക്കെന്തോ നിധി കിട്ടിയെന്നാ വിചാരിക്കുന്നത്. പിന്നെ അവരുടെ പങ്കാണ് ചോദിക്കുന്നത്.
നിങ്ങളൊക്കെ എന്താടോ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ പാവപ്പെട്ടവൻ അവന്റെ തോട്ടത്തില് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മാമ്പഴമാണ് അത്. ഇപ്പോഴാണ് അവന്റെ മാമരത്തില് മാങ്ങകളെ ഉണ്ടാകുന്നത്. ഇത് പൂർണ്ണ ഇവന്റെ കഠിന അധ്വാനാണ്. അതിനു വേണ്ടി നിങ്ങൾ അവന്റെ അടുത്ത് പങ്കു ചോദിക്കുകയാണോ? അതിനൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവാം. സ്വാമി ചേട്ടൻ ഗ്രാമത്തിലെ ജനങ്ങളെ എല്ലാരെയും വളരെ മോശമായി വഴക്കു പറഞ്ഞു. എല്ലാരും നാണിച്ച് തല കുനിച്ചു. ശംഭുവിന്റെ കയ്യിൽ 1,10,000 രൂപ കാശുണ്ടായിരുന്നത് സേഠ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കഥയിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലായെന്നാൽ ഒരാൾ നന്നാകുന്നത് മറ്റാരുടെ കണ്ണുകൾക്കും ഇഷ്ടപ്പെടില്ല എന്ന്. ഈ ലോകമാകെ സ്വാർത്ഥതയെ നോക്കി പോവുകയാണ്. മുകുന്ദന് പനത്തോട്ടമുണ്ടായിരുന്നു. അവൻ സ്വന്തമായി പനമരത്തിൽ കയറി നൊങ്ക് പറിച്ചിടും. പിന്നീട് ആ നൊങ്കെല്ലാം എടുത്ത് വ്യാപാരിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൻ്റെതായ കാശ് വാങ്ങിക്കും. ഇത് നോക്കൂ സാറേ, പനനൊങ്ക് ഇന്ന് നിങ്ങൾ കുറെ തരാൻ നോക്കൂ. മാർക്കറ്റില് പനനൊങ്കിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ശരി സാർ, നാളെ തൊട്ട് ഞാൻ കുറെ പനനൊങ്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ശരി. മുകുന്ദന്റെയും മയൂരിയുടെയും ഒരേ ഒരു മകളാണ് മീന. മീന, നീ എവിടെയാ ഉള്ളത്? ഇത്രയും സമയം ഇവിടെയായിരുന്നു. ഒരുപക്ഷെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ പോയതായിരിക്കും അവൾ. പക്ഷെ നിങ്ങൾ എന്തിനാ അവളെ തേടുന്നത്? അവള് പനനൊങ്ക് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് പനനൊങ്ക് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. അപ്പോഴാണ് മീന, ഹായ് നൊങ്ക്, ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് കഴിക്കും. ആ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. മെല്ലച്ച കഴിച്ചോളൂ. മഴക്കാലമായിരുന്നു അത്. എന്നാലും മുകുന്ദൻ പനമരത്തിൽ കയറി നൊങ്കു പറിച്ചിടുമായിരുന്നു. അപ്പോൾ എന്തു സംഭവിച്ചെന്നാൽ 2 ദിവസം മഴ നിൽക്കാതെ പെയ്തു. ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ മഴ നിന്നേ പറ്റുള്ളൂ. നിങ്ങൾ മരത്തിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചു കയറണേ. മരത്തിലൊക്കെ മഴ കാരണം പായൽ പിടിച്ചിട്ടുണ്ടാകും. ആ, ഞാൻ ശ്രദ്ധിച്ചെന്നെ മരത്തിൽ കയറുന്നത്. ഞാൻ എന്താ പുതിയതായിട്ടാണോ കയറാൻ പഠിക്കുന്നത്? നിങ്ങൾ വലിയ ബലശാലിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ശ്രദ്ധിച്ചു കയറിയാൽ മതി. ഓ ശരി എന്റെ ഓഫീസറേ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളാം. ദേ ഇപ്പൊ പോയി ഇപ്പൊ വരാം. ശരി. മുകുന്ദൻ പനമരത്തിൽ കയറി ഓരോരോ നൊങ്കായി പതുക്കെ പതുക്കെ പറിച്ചിട്ടു. കുറച്ചു സമയത്തിനകം ഇടിവെട്ടി. പിന്നെ പെട്ടെന്ന് മീന അവിടേക്ക് വന്നു. അച്ഛാ! മീനയുടെ ശബ്ദം കേട്ടതും മുകുന്ദന്റെ ശ്രദ്ധ തെറ്റിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം മരത്തിൽ നിന്നും താഴേക്ക് വഴുതി വീണു. അച്ഛാ! മീന നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഗ്രാമത്തിൽ തൊട്ടരികിലുണ്ടായിരുന്ന കുറെ പേര് അവിടേക്ക് ഓടി വന്നു. കൊച്ചച്ചാ, അച്ഛൻ താഴെ വീണു. ഗ്രാമത്തിലെ ആളുകളൊക്കെ അത് നോക്കി നിന്നു. മുകുന്ദനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചേർത്തു. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനി നമ്മുടെ കുടുംബം നമ്മൾ എങ്ങനെ നോക്കാനാ? നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്തെങ്കിലും ഒന്ന് തീർച്ചയായും നടക്കും. ദൈവം നമുക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ പുറത്തു വരാനുള്ള വഴിയും തീർച്ചയായും കാണും. പക്ഷെ എങ്ങനെ? ഇപ്പൊ ഞാൻ ഊനമായല്ലോ. ഇതിന് പകരം ആ ദൈവം എന്നെ കൊന്നാ മതിയായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം. മയൂരിയും മുകുന്ദനും ഒരുപാട് വിഷമത്തിലായിരുന്നു. അവരുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുകുന്ദനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ രണ്ടുപേരും ചേർത്ത് വെച്ചിരുന്ന മുഴുവൻ കാശും അവനെ ചികിത്സിക്കാനായി കാലിയായി. ഞാൻ എന്തെങ്കിലും ഒരു ജോലി തേടാം. നീ ജോലിക്ക് പോകാൻ പോവാണോ? നീ ജോലിക്ക് പോയാൽ പിന്നെ വീട്ടു ജോലി ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചേട്ടാ. തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും. ഈ വേദനയിലും തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വേണ്ട വേണ്ട, നിങ്ങൾ വിശ്രമിച്ചോളൂ. ഇല്ല മയൂരി, ഞാൻ എന്നും നിനക്ക് ഭാരമായിട്ടുണ്ടാവില്ല. ഈ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. അടുത്ത ദിവസം മുതൽ മയൂരി ജോലി തേടാൻ തുടങ്ങി. അവൾ ഒരുപാട് കമ്പനികളിലും കടകളിലും ചെന്ന് കേട്ടു. പക്ഷെ എവിടെയും അവൾക്ക് ജോലി ലഭിച്ചില്ല. എവിടെയും എനിക്കൊരു ജോലി കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലും പുതിയതായി വ്യാപാരം ചെയ്യാമെന്ന് ആലോചിക്കുന്നു. പക്ഷേ എന്ത് വ്യാപാരമാണ്? എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? ഞാൻ മാർക്കറ്റിലൊരു ബക്കോട കട കണ്ടു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനും വളരെ നന്നായിട്ട് ബക്കോട ചെയ്യും. എന്തുകൊണ്ട് ഞാനും ബക്കോട വിറ്റുകൂടാ? അത് ചെയ്യാലോ. പക്ഷേ എല്ലാവർക്കും ആ കടയിലെ പക്കോടയാണ് വളരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ വല്ല പുതിയ എന്തെങ്കിലും പക്കോട ഉണ്ടാക്കിയാലേ ഹിറ്റാവുള്ളൂ. പുതിയെന്ന് വെച്ചാൽ? അതായത് ചൈനീസ് പക്കോടയുണ്ട്. അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും.
അതുപോലെ എന്തെങ്കിലും പുതിയതായിട്ട്? വേറെ എന്തെങ്കിലും ഒന്ന് വെച്ചാ? മീന, നീ പറ, നിനക്ക് എന്താണ് ഒരുപാട് ഇഷ്ടമുള്ളത്? എനിക്ക് മാഗിയാണ് ഇഷ്ടം. മാഗി പക്കോട ഇട്ടാൽ എങ്ങനെ ഇരിക്കും? മാഗിയിൽ പക്കോട ചെയ്യാൻ പറ്റുമോ? ആ, അതും നല്ല ക്രിസ്പി ആയിട്ട്. നോക്കൂ മീന, പെട്ടെന്ന് ചെന്ന് ഒരു പാക്കറ്റ് മാഗി വാങ്ങിക്കൊണ്ടുവാ. മീന മാഗി വാങ്ങിക്കാനായി ചെന്നു. പിന്നെ കുറച്ചു സമയത്തിനകം 2 മാഗി പാക്കറ്റുമായി വന്നു. മീന മാഗിയെ വേവിച്ചെടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് മസാലകൾ ചേർത്ത് അതിനെ ചീനിച്ചട്ടിയിലിട്ട് പൊരിച്ചെടുത്തു. പക്കോട റെഡിയായി. മീന അവരുടെ അമ്മ ചെയ്യുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. മീനയുടെ അമ്മ മാഗി പക്കോട ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ നിന്നും ഒരു പക്കോട എടുത്ത് മീന കഴിക്കാൻ തുടങ്ങി. ഉടനെ അമ്മ പറഞ്ഞു, പതുക്കെ പതുക്കെ, നല്ല ചൂടുണ്ട്, നല്ല രുചിയുണ്ട് അമ്മേ, വാവ്. മീന ഒരു മാഗി പക്കോട എടുത്ത് തന്റെ അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. ഇത് ശരിക്കും വളരെ നന്നായിട്ടുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ നന്നായിട്ട് പക്കോട ഉണ്ടാക്കുമെന്ന്. ഈ മാഗി പക്കോട മാർക്കറ്റിൽ വിൽക്കുമോ? ആഹാ, നന്നായിട്ട്. ഇത് തീർച്ചയായിട്ടും വിജയിക്കും. ഇത് കേട്ടപ്പോൾ മയൂരിക്ക് സന്തോഷമായി. കുറച്ച് ദിവസത്തിനകം തന്നെ മയൂരിയും മുകുന്ദനും കൂടി മാർക്കറ്റിൽ ഒരു മാഗി പക്കോട സ്റ്റാൾ ഓപ്പൺ ചെയ്തു. ഇതെന്താ ആന്റി? മാഗി പക്കോട? മാഗിയിൽ പക്കോടയോ? ആ, ഒരു പ്ലേറ്റ് തരൂ. ശരി ശരി, തരാമോളെ. മയൂരി ആ കുട്ടിക്ക് മാഗി പക്കോട നൽകി. വാവ്, എന്ത് രുചിയാണിത്! ഇതുവരെ ഇതുപോലെ ഒരു പക്കോട ഞാൻ കഴിച്ചിട്ടേയില്ല. ആ കുട്ടി പറഞ്ഞത് കേട്ട് വീണ്ടും ഒരുപാട് കസ്റ്റമർ അവിടേക്ക് വന്ന് മാഗി പക്കോട വാങ്ങി. ആന്റി, ഇത് വളരെ നന്നായിട്ടുണ്ട്. മുകുന്ദൻ മാഗി പക്കോട കടയിൽ മയൂരിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. കട നല്ല രീതിയിൽ പോയി. ആദ്യ ദിവസം തന്നെ മുകുന്ദനും മയൂരിയും കൂടി ഒരുപാട് കാശുണ്ടാക്കി. രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഞാൻ ആലോചിച്ചു പോലും നോക്കില്ല നമുക്ക് ഇത്രയും വരുമാനം കിട്ടുമെന്ന്. ഈ കഷ്ടത്തിലും നമുക്ക് കിട്ടിയ വളരെ സന്തോഷമായ കാര്യമാണിത്. അച്ഛാ, നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കൂ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇതോടെ മാറും. നിങ്ങളുടെ അസുഖവും മാറും. മുഴുവൻ കുടുംബവും നല്ല വിശ്വാസത്തോടെ ആയിരുന്നു. എല്ലാരും ഒന്നിച്ച് അതിനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മാഗി പക്കോട വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കസ്റ്റമേഴ്സിന്റെ തിരക്കും ഒരിക്കലും കുറഞ്ഞില്ല. കൂടെ തന്നെ അവരുടെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. മാഗി പക്കോട പെട്ടെന്ന് ഫേമസ് ആയി. നല്ല പണം വന്നത് കാരണം മുകുന്ദനെ നല്ല രീതിയിൽ അവർ ചികിത്സിക്കാൻ തുടങ്ങി. ചികിത്സ ചെയ്തതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് മൂലമായിട്ട് മുകുന്ദ് സർ നിങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റും തോന്നുന്നു. കുറച്ച് സെറ്റ് ഓഫ് സർജറി ചെയ്താൽ ശരിയാവും. കാരണം ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങളുടെ ബോഡി വളരെ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് കേട്ട് മൊത്ത കുടുംബവും ഒരുപാട് സന്തോഷിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മയൂരി സ്വന്തമായ ഒരു മാഗി പക്കോട സ്റ്റാൾ ആരംഭിച്ചു. മനസ്സു നിറയുള്ള സന്തോഷം കാരണം മുകുന്ദന്റെ അസുഖവും മാറി. അദ്ദേഹം പതുക്കെ പതുക്കെ ഒരു വടി പിടിച്ച് നടക്കാൻ തുടങ്ങി. വീട്ടിലുള്ളവരുടെ ആത്മവിശ്വാസം കാരണം മുകുന്ദന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ ആ മാഗി പക്കോട കാരണമാണ് സംഭവിച്ചത്. പിന്നെ അവരുടെ ആ മാഗി പക്കോട അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ദിയയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആംറസ്റ്റിനെ കുറിച്ച് നാട്ടുകാർക്ക് മുഴുവനും അറിയാമായിരുന്നു. ദിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവുമായിട്ട് മനോജ് വീട്ടുകാരെ കൂട്ടി അവിടെ പോയപ്പോ ദിയ അന്നും കഴിക്കാൻ ആംറസ്റ്റ് കൊടുത്തിട്ടാണ് അവരുടെ മനസ്സ് കവർന്നത്. വിവാഹത്തിന് ശേഷം ദിയയും മനോജും അവരുടെ വലിയ കുടുംബത്തിലായിരുന്നു താമസം. അവിടെ മനോജിന്റെ അമ്മയും അച്ഛനും ഉണ്ട്. മനോജിന്റെ 3 സഹോദരന്മാരും അവരുടെ ഭാര്യയും കുട്ടികളും എല്ലാവരും ചേർന്ന് കുടുംബത്തിലെ 16 പേര്. ഒരു ദിവസം അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പം ദിയയുടെ 3 ചേച്ചിമാര് വന്ന് അവളോട് പറഞ്ഞു, അതെ അനിയത്തിയെ, ഇത്രയും നാളും ഞാനും ചമ്പയുമാണ് വീട് മുഴുവനും നോക്കി നടത്തിയത്. ഇനി നീ വേണം അതെല്ലാം ചെയ്യാൻ. ശരി ചേച്ചി, ഞാൻ എന്റെ പണിയെല്ലാം നന്നായിട്ട് നോക്കിക്കോളാം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചെയ്തു കാണിക്കണം. ഇന്നലെ രാത്രിയിലത്തെ പാത്രം ഒന്നും നീ കഴിക്കത്തില്ലല്ലോ, പിന്നെന്താ ജോലിയെല്ലാം നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്? അത് ഞാൻ രാത്രിയിലത്തെ പാത്രം എല്ലാം കഴുകി വെച്ചായിരുന്നല്ലോ. ഇതെല്ലാം ഇന്ന് രാവിലെ നിങ്ങൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളല്ലേ? അങ്ങനെയാണോ? അപ്പൊ തെറ്റ് ചെയ്ത് ഞങ്ങളാണെന്നാണോ പറയുന്നേ? ചമ്പേ ഞാനും ഒരിക്കലും പാത്രം ഇങ്ങനെ ഇട്ടേച്ച് പോകാറില്ല. നീ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തുവൊന്നും വേണ്ട. അപ്പോഴാണ് ദിയയുടെ അമ്മായിയമ്മ അടുക്കളയിൽ വരുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഈ പാവത്തിന് എന്തിനാണ് വഴക്ക് പറയുന്നേ? ആരാണ് പാവം? അവള് പണി ചെയ്യാതിരിക്കാനുള്ള വഴി നോക്കുക. പിന്നെ നിങ്ങൾ എന്തിനാ അവളുടെ സൈഡ് പിടിക്കാൻ പോകുന്നേ? അമ്മേ, നിങ്ങൾക്ക് പ്രായമുണ്ടെന്ന് ഓർത്തോണ്ടാണേ, ഇല്ലെങ്കിൽ ഈ പണിയെല്ലാം ഞങ്ങള് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചേനെ. ഇത്രയും പറഞ്ഞ് നൂത്തനും ചമ്പയും അടുക്കളയിൽ നിന്ന് പുറത്തുപോയി.
വിഷമിച്ച അമ്മായിയമ്മ അടുക്കളയുടെ ഒരു കോണിൽ ചെന്നിരുന്നു. അവരുടെ വിഷമം കണ്ടപ്പം ദിയ അവരോട് പറഞ്ഞു, അമ്മേ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. മാത്രല്ല, ഞാൻ ഇപ്പൊ തന്നെ കഴുകി വെക്കാം. ആ സമയം കൊണ്ട് നല്ല തണുപ്പുള്ള മാങ്ങാ ജ്യൂസ് ഒന്ന് കുടിച്ചേ. ഇതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അമ്മായിയമ്മ മാങ്ങാ ജ്യൂസ് കണ്ടപ്പം സന്തോഷിച്ചു. എന്നിട്ട് താമസമില്ലാതെ മാങ്ങാ ജ്യൂസ് എല്ലാം കുടിച്ചു തീർത്തു. എന്റെ ഒരു ഭാഗ്യമേ, മരുമകളായിട്ട് കേറി വന്നിരിക്കുന്ന 2 യക്ഷികളാണ് ദിയമോളെ. എന്റെ 2 മക്കളെയും അവര് കുരുക്കിലാക്കിയിട്ടുണ്ട്. ഈ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോക്ഷം കിട്ടണേന്നാ പ്രാർത്ഥിക്കുന്നത്. ഇത് കേട്ടപ്പം മോത്തൊരു പുഞ്ചിരിയോടെ ദിയ അവളുടെ 2 ചേച്ചിമാർക്കും ആംറസ് ഉണ്ടാക്കാൻ തുടങ്ങി. മോളെ, നീ ഇപ്പൊ തന്നെ ആംറസ് ഉണ്ടാക്കിയതല്ലേ, പിന്നെ വീണ്ടും ഉണ്ടാക്കുവാണോ? ഇത് ആർക്കാ? ഇത് സ്പെഷ്യൽ ആംറസ് ആണമ്മേ. നൂത്തനും ചമ്പ്യൻ ചേച്ചിക്ക് വേണ്ടി. അവരുടെ പിറുപിറുക്കിൽ നിന്നും ഇന്ന് മോചനം കിട്ടിയെന്ന് വിചാരിച്ച മതിയമ്മേ. കുറച്ചു നേരം കഴിഞ്ഞ് ദിയ അവളുടെ ചേച്ചിമാർക്ക് ആംറസ് കൊടുക്കാൻ പോയി. എന്ത് പറ്റി? പണിയെല്ലാം വിട്ടിട്ട് എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ചേച്ചി, നിങ്ങൾ 2 പേർക്കും വേണ്ടി ആംറസ് കൊണ്ടുവന്നതാ. അത് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്കും തരാമെന്ന് വിചാരിച്ചാണ് വന്നത്. അതെ അതെ, അല്ലെങ്കിലും ഇവിടെ ഭയങ്കര ചൂടാ. ഇങ്ങോട്ട് തന്നേര്. ദിയ അവരുടെ കയ്യിലേക്ക് ആംറസ് ഉള്ള പാത്രം കൊടുത്തിട്ട് അവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അവള് വാതിലിന്റെ പുറകിൽ നിന്നുകൊണ്ട് ആരും അറിയാതെ അവരെ നോക്കുന്നു. 2 പേരും ആ ആംറസ് കുടിച്ച് ഉടൻ തന്നെ അവര് അവിടെ നിന്ന് വല്ലാത്ത രീതിയിൽ ഡാൻസ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ 2 പേരും ഒരു മാങ്ങയായിട്ട് മാറി. മഞ്ഞ നിറത്തിലെ നല്ല ദശയുള്ള കുഞ്ഞു മാങ്ങ. റിയ ഓടിപ്പോയി പിന്നെ മുറിക്കകത്തേക്ക് പോയി. എന്നിട്ട് ആ 2 മാങ്ങയെ എടുത്തിട്ട് അടുക്കളയിലേക്ക് തിരിച്ചു വന്നു. നൂത്തനും ചമ്പയും പെട്ടെന്ന് 2 കുഞ്ഞു മാങ്ങയായിട്ട് മാറി. വലിയ മാങ്ങ നൂത്തനും, ചെറിയ മാങ്ങ ചമ്പയും. മാങ്ങയുടെ പുറത്ത് അവരുടെ മുഖം കാണുന്നുണ്ട്. പക്ഷെ അവർ 2 പേരുടെയും ശബ്ദം ദിയയ്ക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഇതെന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത്? ഞങ്ങള് മാങ്ങ ആയിട്ട് എങ്ങനെ മാറി? ഇതെന്താ നീ ഞങ്ങളോട് ചെയ്തത്? എടിയ ദിയേ, ഞാൻ നിന്നെ ശരിയാക്കുന്നുണ്ട്. ഞാൻ എന്റെ പഴയ രൂപത്തിലേക്കൊന്ന് വരട്ടെ. നിങ്ങളുടെ ജീവൻ ബാക്കിയുണ്ടെങ്കിലല്ലേ നിങ്ങൾ പഴയ രൂപത്തിലേക്ക് പോകുന്നത്. ഇത് നല്ല ചൂടുകാലമല്ലേ, എല്ലാവർക്കും ആംറസ് കുടിക്കണമെന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾ 2 പേരെ എടുത്ത് ആരെങ്കിലും ആംറസ് ഉണ്ടാക്കിയാലോ? ദിയ 2 മാങ്ങായും എടുത്ത് അടുക്കളയുടെ ഒരു കോണിൽ മാറ്റി വെച്ചു. എന്നിട്ട് അവൾ അവളുടെ പണി തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അമ്മായിയമ്മ അടുക്കളയിൽ വന്ന് ആ 2 മാങ്ങ എടുത്ത് അടുക്കളയിൽ നിന്ന് പുറത്തു പോകാൻ ഭാവിച്ചപ്പോഴാണ് ദിയ പെട്ടെന്ന് അവരെ കണ്ടത്. അമ്മേ, നിങ്ങള് ആ മാങ്ങ എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നേ? അത് പുറത്തൊരു പശു നിൽക്കുന്നു, അതിന് കൊടുക്കാം. മാങ്ങ ഇവിടെ തന്നെ വെച്ചേര്. പശുവിന് കൊടുക്കാൻ പച്ചക്കറിയുടെ തൊലി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എങ്ങ് തന്നേര്. ഉച്ചയ്ക്ക് കുടുംബം മുഴുവനും ആഹാരം കഴിക്കാനിരുന്നു. പക്ഷെ മൂത്ത 2 മരുമകളെ കാണുന്നില്ല. 2 പേരും എവിടെ പോയെന്ന് അവരുടെ ഭർത്താക്കന്മാരെ ചോദിച്ചു. അറിഞ്ഞൂടല്ലോ ചേട്ടാ, അവര് എന്നോടൊന്നും പറഞ്ഞിട്ടല്ല പോയെ. പക്ഷെ ചിലപ്പം ചന്തയില് മാങ്ങ മേടിക്കാൻ പോയതായിരിക്കും. ഞാൻ ഉണ്ടാക്കിയ ആംറസ് കഴിച്ച് അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഇനിയും കഴിക്കാൻ അതുമാത്രം മതിയെന്നാണ് അവരെന്നോട് പറഞ്ഞത്. എല്ലാവരും അവരുടെ ആഹാരം കഴിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയി. 2 മാങ്ങായും അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഒച്ചയിടുന്നത് ദിയയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ദിയ, എടി ദിയ, ഞങ്ങളെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോവാ പ്ലീസ്. എന്റെ പൊന്ന് ദിയേ, നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം, മതിയോ? ഇനി മുതൽ വീട്ടിലെ പണിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളാം. ഞങ്ങളെ ശരിയാക്കിയാ മതി. ഞാൻ നിന്നോട് യാചിക്കുന്നു. അത് കൊള്ളാം, നിങ്ങളെ കൊണ്ട് ഇതുവരെ ആംറസ് ഉണ്ടാക്കി പോലും ഇല്ല. നിങ്ങൾ ഇപ്പോഴേ കരയാൻ തുടങ്ങിയോ? ഒന്ന് ആലോചിച്ചേ, നിങ്ങൾ 2 പേരെ മുറിച്ച് ഞാൻ ആംറസ് ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ എന്ത് അവസ്ഥയായിരിക്കും? നൂത്തനും ചമ്പയും മാറി മാറിയാണ് ദിയയോട് മാപ്പ് ചോദിച്ചത്. അവരുടെ അവസ്ഥ കണ്ടപ്പം ദിയയ്ക്കും കുറച്ച് സങ്കടം ഉണ്ടായി. അതുകൊണ്ട് പെട്ടെന്ന് 2 നുള്ളി ഉപ്പെടുത്ത് അവര് പുറത്തിട്ടു. എന്നിട്ട് അവരെ പഴയതുപോലാക്കി. 2 പേരും അടുക്കളയ്ക്കകത്തിന്ന് പുറത്തേക്ക് ഓടി. എന്നിട്ട് അവരോരെ ഭർത്താക്കന്മാരെ ചെന്ന് കണ്ടു. അവരിത് തന്നെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവര് ഓടിച്ചെന്ന് അവരോരെ ഭർത്താവിനോട് എന്നെ കുറിച്ച് പറയും. പക്ഷെ ഞാൻ അവരെ പോലെ വിഡ്ഢിയൊന്നുമല്ല. ഞാൻ ഉണ്ടാക്കുന്ന ആംറസിന് അത്ഭുതമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആദ്യം അവരോടാണ് അത്ഭുതം കാണിച്ചത്. ഇനി അവരെ ഭർത്താവിനോട് കാണിക്കും. നൂത്തനും ചമ്പയോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് അവരോരെ ഭർത്താക്കന്മാരോട് മാങ്ങയായിട്ട് മാറിയ കഥ പറഞ്ഞു. അപ്പോഴാണ് ദിയ ആംറസുമായിട്ട് അവരെ അരികിലെത്തുന്നത്. ഇവളുണ്ടാക്കിയ ആംറസ് ആരും കഴിക്കരുത്, അതില് ദുർമന്ത്രവാദം കാണും.
അതെ, അത് ശരിയാ. ചേച്ചി പറഞ്ഞത് സത്യമാ. അവൾ ഉണ്ടാക്കിയ ആംറസ് കഴിച്ചിട്ടാണ് ഞങ്ങള് മാങ്ങയായിട്ട് മാറിയേ. രണ്ടുപേരുടെയും ഭർത്താക്കന്മാര് അവരെ സൂക്ഷിച്ചു നോക്കി. അവർക്ക് തോന്നിയത് അവരുടെ ഭാര്യമാർക്ക് ഭ്രാന്ത് പിടിച്ചെന്നാണ്. രണ്ടുപേരും ദിയയുടെ കയ്യിൽ നിന്ന് ആംറസ് വാങ്ങി അത് കഴിച്ചു. വേണ്ട, നിങ്ങള് രണ്ടുപേരും മാങ്ങായിട്ട് മാറും. എന്റെ ദൈവമേ, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? രണ്ടുപേരെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൂതനും ചമ്പയും അവരുടെ കയ്യിലിരുന്ന ആംബ്രസ് തട്ടിയെടുത്ത് സ്വയം കുടിച്ചു നോക്കി. അവരാ ആംബ്രസ് കഴിച്ച ഉടൻ തന്നെ പഴയ കാര്യങ്ങളെല്ലാം അവര് മറന്നുപോയി. ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശരിയാ, ഞങ്ങളുടെ മുറിയിലായിരുന്നല്ലോ ഇരുന്നത്. നൂത്തന്റെയും ചമ്പയുടെയും ഭർത്താവ് അവർ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞു. ഇവർ രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചെന്നാണ് അവര് പറയുന്നത്. അതിനുശേഷം നൂത്തനും ചമ്പയും ഒരിക്കലും ദിയയും അവരുടെ അമ്മായിയമ്മയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. ഇനി അവരെന്തെങ്കിലും ചെയ്താൽ തന്നെ ദിയ അവളുടെ ആംറസ് ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് കുടിപ്പിച്ച് മാങ്ങയാക്കി മാറ്റും. വീട്ടുകാരാണെങ്കിൽ അവര് പറയുന്നൊന്നും വിശ്വസിക്കാറുമില്ല. രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ചന്ദൻപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഹീരയുടെ കുടുംബം അവിടെയായിരുന്നു താമസം. ഹീരയുടെ കുടുംബത്തിൽ അവരുടെ 2 ആൺകുട്ടികൾ ഭുവൻ, മോഹിത്, പിന്നെ പ്രായമായ അമ്മയുണ്ടായിരുന്നു. ഹീരയുടെ ഭാര്യ ലക്ഷ്മിക്ക് എപ്പോഴും സുഖമില്ല. ഹീര വിവാഹത്തിനു മുൻപ് പൂജ എന്നു പേരുള്ള പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ ഹീരയുടെ അമ്മ ഹീരയുടെ വിവാഹം ലക്ഷ്മിയുമായിട്ടാണ് ചെയ്തത്. ഹീരയ്ക്ക് ലക്ഷ്മിയോടോ അവരുടെ 2 കുട്ടികളോടോ സ്നേഹമില്ലായിരുന്നു. ഹീര, ഇന്ന് പണി കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ ലക്ഷ്മിക്ക് അവളുടെ മരുന്ന് കൊണ്ടുവരണേ. അമ്മേ, എന്നെ കൊണ്ട് മരുന്ന് വാങ്ങാൻ പറ്റില്ല. സമ്പാദിക്കുന്ന കാശ് മൊത്തം അമ്മയുടെ രോഗിയായ മരുമകൾക്ക് വേണ്ടി ചിലവാകുന്നേ. എനിക്ക് നന്നായി ഉണ്ണാനും ഉടുക്കാനും ഒന്നും കഴിയുന്നില്ല. അതുമാത്രമല്ല, എനിക്ക് ഇവിടെ കല്യാണം കഴിക്കാനും ആഗ്രഹമില്ല. ഇനി അമ്മയുടെ മരുമകളെ അമ്മ തന്നെ നോക്കിക്കൂ. ഹീര ലക്ഷ്മിയുടെ മരുന്ന് കൊണ്ടുവന്നില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ലക്ഷ്മി മരിച്ചുപോയി. ഹീരയ്ക്ക് അയാളുടെ പഴയ പ്രേമം പൂജയെ കല്യാണം കഴിക്കാനുള്ള ഒരവസരം കിട്ടി. അവിടെ പൂജയുടെ ഭർത്താവിന് ഏതു നേരവും അസുഖമായിരുന്നു. അതുകൊണ്ട് പൂജ അവളുടെ ഭർത്താവിനെ വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. മോനെ ഹീര, 2ാമത്തെ വിവാഹം നീയൊന്ന് ആലോചിച്ചിട്ട് ചെയ്താ മതി. നിന്റെ 2 കുട്ടികളും ഇപ്പോൾ വളരെ ചെറുതാണ്. നിന്റെ പുതിയ ഭാര്യ അവരോട് എങ്ങനെ പെരുമാറുമെന്ന് ആർക്കറിയാം? അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഇനി മുതൽ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഞാൻ കേൾക്കില്ല. ഹീര പൂജയെ വിവാഹം കഴിച്ചു. പുതിയ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ ഹീരയുടെ അമ്മയുടെയും കുട്ടികളുടെയും മോശം സമയം തുടങ്ങി. തണുപ്പു കാലമായിരുന്നു. പൂജ വീടിന്റെ വാതിൽ എന്നും അടച്ചിടുമായിരുന്നു. ഭുവനും മോഹിത്തും അവരുടെ മുത്തശ്ശിയോടൊപ്പം വീട്ടിന് പുറത്തായിരുന്നു കിടന്നിരുന്നത്. മുത്തശ്ശി, നമ്മളെന്താ വീടിനകത്ത് കിടന്നുറങ്ങാത്തെ? രാത്രി ഇവിടെ ഭയങ്കര തണുപ്പാ. ഞങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കുറച്ചു നാള് നിങ്ങൾ 2 പേരും ഇതിനെ ഒന്ന് സഹിക്കണം. ഹോലി ഉത്സവം വരുമ്പോൾ ഈ തണുപ്പെല്ലാം അങ്ങ് മാറും. പിന്നെ നമുക്ക് നന്നായിട്ട് കിടന്നുറങ്ങാം. ഹോലി ആയതുകൊണ്ട് നാട്ടിലെ എല്ലാ വീട്ടിലും പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഭുവന്റെയും മോഹിത്തിന്റെയും 2ാനമ്മ ശുദ്ധമായ പശുനെയ്യിലെ പലഹാരങ്ങൾ ഉണ്ടാക്കി. മധുരം കഴിക്കാൻ ഭുവനും മോഹിത്തും അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവരുടെ 2ാനമ്മ വടിയെടുത്ത് അവരെ തല്ലി. എന്തു വിചാരിച്ചാ നിങ്ങൾ ഇവിടെ വന്നത്? ഒരെണ്ണത്തെ പോലും തൊട്ടുപോകരുത്. നിങ്ങളുടെ കൈ ഞാൻ തല്ലി ഓടിക്കും. ഈ മുട്ടായി ഹോളിയുടെ ദിവസം എന്റെ വീട്ടുകാർക്കുള്ളതാ. ഭുവനിന്റെയും മോഹിത്തിന്റെയും കണ്ണ് നിറഞ്ഞു. അവര് തിരിച്ചു വന്ന് മുത്തശ്ശിയുടെ മുൻപിൽ കരഞ്ഞു. നിങ്ങൾ ഇങ്ങനെ കരയല്ലേ കുട്ടികളെ. നിങ്ങൾക്ക് കഴിക്കാനുള്ള മുട്ടായി ഞാൻ ഉണ്ടാക്കാം. മുത്തശ്ശിക്ക് പരിചയമുള്ള ഒരു കടയിൽ നിന്നും മധുരമുണ്ടാക്കാനുള്ള സാധനങ്ങൾ കടം വാങ്ങി കൊണ്ടുവന്നു. എന്നിട്ട് മുട്ടായി ഉണ്ടാക്കി. അതിനകത്ത് നിറയ്ക്കാന് ഒരു മെഷീനിന്റെ ആവശ്യമുണ്ടായിരുന്നു. മോനെ മോഹിത്, നീ അകത്ത് ചെന്ന് ഇതിന്റെ മെഷീനൊന്ന് വാങ്ങിച്ചു കൊണ്ടുവാ. മെഷീൻ വാങ്ങിക്കാൻ മോഹിത് വീട്ടിലെത്തിയപ്പോൾ അവന്റെ 2ാനമ്മ അവനെ ഒരുപാട് വഴക്കു പറഞ്ഞു. എടീ കിളവി, സാധനങ്ങളൊക്കെ കടം വാങ്ങി കൊണ്ടുവന്നെങ്കിലേ അതുകൂടെ നിങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ വയ്യായിരുന്നോ? എന്തിനാ ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്നത്? നടന്ന സംഭവമെല്ലാം മോഹിത്ത് ചെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി, പുതുതായി വന്ന അമ്മ ആ മെഷീൻ എനിക്ക് തരുന്നില്ല. അതൊന്നും സാരമില്ല മോനെ. പഴയ ഒരു മെഷീൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ചെന്ന് ആദ്യം അതൊന്ന് അന്വേഷിക്കാം. ഭുവനും മോഹിത്തും കൂടെ ചേർന്ന് മുത്തശ്ശിയോടൊപ്പം ആ പഴയ മെഷീൻ പെട്ടിക്കകത്ത് കണ്ടെത്തി. ഹോളിയുടെ തലേ ദിവസം
ഭുവനും മോഹിത്തും കൂടെ മുത്തശ്ശിയോടൊപ്പം ചേർന്ന് മധുരമുണ്ടാക്കാൻ മുത്തശ്ശിയെ സഹായിച്ചു. മുട്ടായി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, ഇത് നമുക്കിനി നാളെ രാവിലെ കഴിക്കാം. രാവിലെ ഭുവനും മോഹിത്തും കൂടെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുത്തശ്ശി ഇപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. മോഹിത്, മുത്തശ്ശി എപ്പോഴും നേരത്തെ എണീക്കുന്നതാണല്ലോ, ഇന്നെന്താണാവോ ഇത്രയും നേരം ഉറങ്ങുന്നേ? ഭുവനും മോഹിത്തും കൂടെ ചേർന്ന് മുത്തശ്ശിയെ ഒരുപാട് നേരം വിളിച്ചു നോക്കി. മുത്തശ്ശി എല്ലാവരെയും വിട്ട് പോയി കഴിഞ്ഞു. ഹോളിക്ക് ശേഷം ഹീര കുറച്ചു മാസങ്ങളേക്ക് പണിയെടുക്കാൻ പുറത്തേക്ക് പോയി. കിട്ടിയ അവസരം പാഴാക്കാതെ പൂജ അവരുടെ അനിയന്മാരെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ഭുവനെയും മോഹിത്തിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. വേണ്ടമ്മേ വേണ്ട, ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്ത് കഴിക്കും? പൂജ മുത്തശ്ശി ഉണ്ടാക്കിയ മുട്ടായി എടുത്ത് ഭുവന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മുട്ടായി കൊണ്ട് 2 ദിവസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാൻ നോക്ക്. അതിനുശേഷം നീ പിച്ചെടുക്കുകയോ മോഷ്ടിക്കുകയോ എന്ത് വേണേലും ചെയ്തോ. ഭുവനും മോഹിത്തും മുട്ടായും കൊണ്ട് ഗ്രാമത്തിൽ നിന്നും പുറത്തു വന്നു. മരത്തിന്റെ അടിയിൽ അവരൊരു കുഞ്ഞു കുടിൽ കെട്ടി. നമുക്ക് രണ്ടുപേർക്കും ജോലി കിട്ടുന്നത് വരെ നമ്മള് ഈ പലഹാരം കഴിച്ചു വേണം ജീവിതം മുന്നോട്ട് നീക്കാൻ. നമുക്ക് ദിവസം തോറും ഇതാൾക്ക് ഓരോന്ന് വെച്ച് കഴിക്കാം. ഭുവനും മോഹിത്തും ആ മുട്ടായി വായി വെച്ച് കടിച്ചപ്പോൾ മുട്ടായി ഉടഞ്ഞില്ല. വായിക്കകത്ത് കല്ല് വെച്ച് കടിച്ചതുപോലെയാണ് അവർക്ക് തോന്നിയത്. ഈ ഗുജി എന്താ ഇത്രയും കട്ടിയായി പോയത്? ഭുവൻ മുട്ടായിയുടെ പുറത്തുള്ള മാവ് മാറ്റിയപ്പോൾ അതിനകത്ത് തേങ്ങയ്ക്ക് പകരം സ്വർണമായിരുന്നു. ഭുവനും മോഹിത്തും ബാക്കിയുള്ള മുട്ടായിയുടെ മാവ് മാറ്റി നോക്കി. എല്ലാ മുട്ടായിയിലും സ്വർണമായിരുന്നു. ഒരുപക്ഷെ മുത്തശ്ശി മരിക്കാൻ നേരത്ത് നമ്മളെ അനുഗ്രഹിച്ചിട്ടായിരിക്കും മരിച്ചത്. എനിക്ക് തോന്നുന്നത് മുത്തശ്ശി ഒരു ദിവസം ഗുജി ഉണ്ടാക്കുവാൻ പഴയ മെഷീൻ എടുത്തുകൊണ്ടുവരുവാൻ പറഞ്ഞില്ലേ? അതിലെന്തോ അത്ഭുതമുണ്ട്. ആ മെഷീൻ തീർച്ചയായും വീട്ടിൽ തന്നെ ഉണ്ടാവണം. നമുക്ക് എത്രയും വേഗം പോയി ആ മിഷൻ എടുത്തുകൊണ്ടുവരണം. മോഹിത്തും ഭുവനും അവരുടെ വീട്ടിലെത്തി. അമ്മേ, ഞങ്ങളിവിടെ താമസിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുത്തശ്ശിയുടെ അവസാന ഓർമ്മയായി മുത്തശ്ശിയുടെ ഗുജി ഉണ്ടാക്കുന്ന ആ മിഷൻ വേണം. പൂജ ആ മെഷീൻ എടുത്ത് ഭുവനും മോഹിത്തും നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി എറിഞ്ഞു. എടുക്ക്, നിന്റെ മുത്തശ്ശിയുടെ പഴഞ്ച സാധനം എടുത്തുകൊണ്ട് പോ. മോഹിത്തും ഭുവനും കൂടെ ചേർന്ന് മുട്ടായി മെഷീൻ ഉപയോഗിച്ച് ഇനിയും മിഠായി ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്തു നിന്നും ഉണ്ടായ സ്വർണം കൊടുത്ത് ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരായി. അവിടെ ഹീരയ്ക്ക് നഗരത്തിൽ മദ്യം കുടിക്കുന്നതൊരു ശീലമായി. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അയാളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. വീട്ടിലെ വസ്തുക്കൾ, ഭാര്യയുടെ ആഭരണമെല്ലാം വിറ്റ് അയാൾ കള്ളുകുടി തുടങ്ങി. തീരെയും വയ്യാതായപ്പോൾ അയാൾ കിടപ്പിലായി. കണ്ടില്ലേ, കട്ടിലിൽ കിടന്ന് മരണം കാത്തിരിക്കുക. ഇയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ചെയ്യാനുള്ളതെല്ലാം ഞാൻ തന്നെ ചെയ്യാം. ഈ ഭുവനും മോഹിത്തും എന്നെ പറ്റിച്ചിട്ട് സ്വർണം ഉണ്ടാക്കുന്ന ആ മെഷീനും കൊണ്ടാണല്ലോ പോയത്. ആ സ്വർണം വിറ്റാണ് ഇത്രയ്ക്കും പണക്കാരായത്. ഇനി ഞാനും എന്റെ സാമർത്ഥ്യം കാണിക്കാൻ പോവുക. ഞാൻ കളിക്കുന്ന കളി കണ്ടിട്ട് രണ്ടുപേരും നാട് വിട്ട് ഓടും. പൂജ ശുദ്ധമായ നെയ്യ് കൊണ്ട് മിഠായി ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് വിഷം കലർത്തി. ശുദ്ധമായ നെയ്യുടെ മണമും വിഷം കലർന്ന നല്ല ഭംഗിയുള്ള മിഠായുമായിട്ട് അവര് ഭുവനെയും മോഹിത്തിനെയും കാണാൻ പോയി. ഭുവൻ, മോഹിത്, ഇപ്പോ നിങ്ങള് വലിയ പണക്കാരായില്ലേ? ദരിദ്രരായ നിങ്ങളുടെ അമ്മയും അച്ഛനെയും കുറിച്ച് ഒന്ന് ഓർമ്മിക്കണ്ടേ? ഏകദേശം 1 വർഷം ആകാറായി. എന്താണെന്നറിയില്ല. ഈ വർഷം ഹോലിക്ക് എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ മുത്തശ്ശിയെയും വല്ലാതെ ഓർമ്മ വരുന്നു. ഞാനും നിങ്ങളുടെ അച്ഛനും കൂടെ ചേർന്ന് നിങ്ങൾക്ക് നല്ല നെയ്യ് കൊണ്ടുണ്ടാക്കിയ മധുരം കൊണ്ടുവന്നു. ഞങ്ങള് പാവങ്ങളുടെ കയ്യിന്ന് ഈ സമ്മാനം നിങ്ങളൊന്ന് സ്വീകരിക്കണം. മോഹിത്തും ഭുവനും അവരുടെ രണ്ടാനമ്മ ഇത്രയും സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് കണ്ടപ്പം എന്തോ പന്തികേടുണ്ടെന്ന് അവർക്കും മനസ്സിലായി. അമ്മേ, അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആ ഗുജിയ ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് അമ്മ അതിൽ നിന്നൊരു ഗുജിയ കഴിച്ച് കാണിച്ചേ. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാ, പിന്നെ ഞാൻ എന്തിനു കഴിക്കണം? അല്ലമ്മേ, അമ്മ ആദ്യം ഞങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഗുജിയൊന്ന് കഴിച്ചേ മതിയാകൂ. പറ്റില്ലെന്ന് പറയരുത്. അവരിതിലെ മധുരം എടുത്ത് കഴിക്കാതെ ഭുവനും മോഹിത്തും ഇതിലെ മധുരം കഴിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. കഴിക്കാൻ മിഠായി വായിൽ വെച്ചാൽ മതി, അതിനെ ഇറക്കണ്ടെന്നാണ് പൂജ ആദ്യം ചിന്തിച്ചത്. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തുപോയി തുപ്പിക്കളയാം. പക്ഷേ മിഠായി എടുത്ത് പൂജ വായിലിട്ടപ്പോൾ അത് പൂജയുടെ നെറുകയിൽ കയറി. എന്നിട്ട് മിഠായി പൂജയുടെ തൊണ്ടയിൽ കുടുങ്ങി. ചുമച്ചങ്ങ് പൂജ വശം കെട്ടു.
മോഹിത് പൂജയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. വിഷമുള്ള മധുരം പൂജയുടെ വയറ്റിൽ ചെന്നപ്പോൾ അവരവിടെ മയങ്ങി വീഴ്ന്ന് മരിച്ചുപോയി.